സോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഇവിടെ സൺഡേ ആണ്. നോർമലി ജനറലി ഇവിടെ സൺഡേസ് ജിം വർക്കിംഗ് ആണ്. ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോകാറുണ്ട്. ഇന്ന് നാളെ ആയിട്ടും ജിം വർക്കിംഗ് അല്ല. മൺഡേ ആൻഡ് സൺഡേസ് ജിം വർക്കിംഗ് അല്ല. ജിം മാത്രമല്ല, അതർ സെക്ഷൻസ് ഈ ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അതൊന്നും തന്നെ വർക്കിംഗ് അല്ല. സൂപ്പർ മാർക്കറ്റ്സ് ഒക്കെ ഓപ്പൺ ആയിരിക്കും. അതുകൊണ്ട് ഇന്ന് എനിക്ക് ഹോളിഡേ ആയതുകൊണ്ടും ജിമ്മിൽ പോകാൻ നിർവാഹം ഇല്ലാത്തത് കൊണ്ട് ഞാനിന്ന് ഷോപ്പിംഗ് പോകാമെന്ന് ആലോചിച്ചു. അതുകൊണ്ട് ഞാൻ റെഡി ആയിട്ടിരിക്കണേണ്. നിങ്ങൾ ആലോചിക്കേണ്ടോ ഈ ലിപ്സ്റ്റിക്ക് ഇച്ചിരി കൂടുതലല്ലേ എന്നുള്ളത്? ലിപ്സ്റ്റിക്ക് കൂടുതലല്ല, കാരണം നമ്മളിവിടെ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഈ ലിപ്സ്റ്റിക്കൊക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം ഇത്ര ഇട്ടാലേ അപ്പോൾ കുറച്ചെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഗ്ലദാനി മോൾ എന്ന് പറയുന്ന മോളിലാണ് ഷോപ്പിങ്ങിന് പോകുന്നത്. എൻ്റെ ചിക്കനൊക്കെ ഓൾമോസ്റ്റ് തീർന്നു. സോ ചിക്കനൊക്കെ വാങ്ങണം. 1 മന്തിലേക്കുള്ള ചിക്കൻ ഞാൻ ഇന്ന് തന്നെ വാങ്ങും. സോ ചിക്കൻ വാങ്ങണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചു വരും. ഇവിടെ ഓൾമോസ്റ്റ് 12:37 ആയിട്ടുണ്ട്. ആഫ്റ്റർനൂൺ 12:37 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ. റോഡിലൊന്നും അധികം ആൾക്കാരേ ഇല്ല കേട്ടോ. ഷോപ്സൊക്കെ ക്ലോസ്ഡ് ആയിട്ടിരിക്കണതാണ്. പക്ഷേ ഈ ജോർജ് എനിക്ക് നല്ലോണം ഇഷ്ടമായി. ബിക്കോസ് നല്ല കാം ആൻഡ് ക്വയറ്റാണ്. റോഡിൽ അങ്ങനെ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. വണ്ടികളും ഭയങ്കര കുറവാണ്, ആൾക്കാരും ഭയങ്കര കുറവാണ്. ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ജോർജ് ഫസ്റ്റ് ടൈം കേട്ടോ കാണുന്നത്. ഈസ്റ്റർ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലൊക്കെ ഇരുന്ന് അടിച്ചു പൊളിക്കണായിരിക്കും. മേ ബി അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ടാണ്, മേ ബി അല്ല, അതുകൊണ്ടാണ്. ഹായ് ഗാമർ ജോബാ റോഖോറ കാർത്ത്. ഇതുപോലെ നമുക്ക് പോകേണ്ട ലൈൻസ് ഒക്കെ ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ടാവും. നമുക്കിപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് അല്ല, നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്കാണ് പോകേണ്ടത്. അക്മത്തലി തിയേറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകേണ്ട. സോ താങ്ക് ഗോഡ് നമുക്ക് എത്തിയപ്പോൾ തന്നെ മെട്രോ വന്നിട്ടുണ്ട്. മെട്രോ ഇറങ്ങി അപ്പം തന്നെ ഉണ്ടോ ഗ്ലദാനി മോള്. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആക്ച്വലി നല്ലോണം ഓഫേഴ്സൊക്കെ ഇടുന്ന ഒരു സ്ഥലമാണ്. ലൈക്ക് ഷാംപൂസ്, ഹെയർ കണ്ടീഷണേഴ്സൊക്കെ നല്ല ഓഫേഴ്സിന് നമുക്ക് കിട്ടും. അപ്പോൾ ബൾക്കായിട്ടൊക്കെ വന്ന സാധനങ്ങൾ വാങ്ങാൻ പ്ലാനുള്ളവർ ഗ്ലദാനിയിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ആക്ച്വലി. നമുക്ക് പാലിൻ്റെ സെക്ഷനാണ് നോക്കേണ്ടത്. പാല് ഇവിടെ ആക്ച്വലി ഞാൻ എപ്പോഴും വരുമ്പോഴും വില കുറവ് കിട്ടാറുണ്ട്. പിന്നെ അത്രയ്ക്ക് വില കുറവില്ലെന്ന് തോന്നണം കേട്ടോ. 4 ലാരി നാട്ടിലൊരു 90 റുപ്പീസ് ഒരു പാല്, 1 ലിറ്റർ പാല് ആകും. കഴിഞ്ഞ തവണ എനിക്ക് 3 കിട്ടി. അത് നല്ല ലാഭമായിരുന്നു. ഇന്ന് അത്രയ്ക്ക് ഓഫേഴ്സ് ഇവർ ഇട്ടിട്ടില്ല. ഇതൊക്കെ നമ്മുടെ ഉക്രൈനിൽ നിന്ന്, റഷ്യയിൽ നിന്നൊക്കെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മിൽക്ക് പ്രൊഡക്ട്സ് ആണ്. കാരണം ഇതിൽ ലാംഗ്വേജ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കണ്ടോ, ഇത് ജോർജിയൻ ലാംഗ്വേജ് അല്ല, ഇത് റഷ്യൻ ലാംഗ്വേജ് ആണ് എഴുതിയേക്കുന്നത്. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, നമുക്ക് 4 ലാരി ആണെങ്കിലും 2 മിൽക്ക് എടുത്തേക്കാം. അത്രയ്ക്ക് ഓഫേഴ്സ് ഒന്നുമില്ല ഗൈസ്. ഡിസപ്പോയിൻറ്റഡ് ആണ് ഇന്ന്. യോഗേർട്ടിൻ്റെ സെക്ഷനാണ്. യോഗേർട്ട് ഇതുപോലെ നമുക്ക് ഇതാണ് മാക്സിമം ഇവിടെ കിട്ടുന്ന ഒരു വലിയ പാക്കറ്റ് ഓഫ് യോഗേർട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനേലും നാട്ടിൽ കിട്ടണ പോലെ ഇതിനേലും വലിയ ഇതൊന്നും കിട്ടാറില്ല. ഇതിന് തന്നെ 7.49 ലാരി. അതായത് നാട്ടിലൊരു 250 രൂപ സംതിങ് വരും. 400 ഗ്രാം യോഗേർട്ടിന് 250 രൂപ. ഭയങ്കര നഷ്ടമാണ്. അവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ചിക്കൻ്റെ റേറ്റ് നോക്കാം. ചിക്കനാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. ചിക്കൻ്റെ റേറ്റ് നമുക്ക് നോക്കാം. ഓക്കെ. യെസ് ഗൈസ്, ഫൈനലി ചിക്കന് നല്ല റേറ്റ് കുറവുണ്ട്. 6 പോയിൻ്റ് ഉള്ളൂ. നോർമലി നമ്മൾ ചിക്കനൊക്കെ നോർമലായിട്ടുള്ള ഒരു കടയിൽ നിന്നാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതൊരു 9 പോയിൻ്റ്, 10 പോയിൻ്റ്, അത് 15 പോയിൻ്റ് വരെ പോകും. സോ അത് ഭയങ്കര നഷ്ടമാണ്. 1 kg ബ്രസ്റ്റ് ചിക്കൻ 6 പോയിൻറ്റിന് കിട്ടണം ഭയങ്കര ലാഭമാണ്. സോ ഞാനിത് ബൾക്കായിട്ട് തന്നെ എടുക്കും. എന്തായാലും ഒരു 10 പീസ് അല്ലെങ്കിൽ 11 ചിക്കൻ ബ്രസ്റ്റോളം ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം.
ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ് പാട്. ഇവിടെ നിന്ന് ടാക്സി വിളിക്കേണ്ടി വരും മേ ബി. യാ ലെറ്റ്സ് സീ. ഇവിടെ കൂടിയ ലാരിയുടെ ചിക്കനും ഉണ്ട് കേട്ടോ. അതായത് 8 ലാരിയുടെ ചിക്കനാണ് ഇത്. പിന്നെ 8.4 ലാരിയുടെ ചിക്കനാണ് ഇത്. നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ ഒരു ചിക്കനാണിത്. 6.6 ഉള്ളത് കൊണ്ട് ഭയങ്കര ലാഭമാണ്. അപ്പോൾ ഇത് നമ്മൾ ബൾക്കായിട്ട് എടുക്കും. നമ്മൾ 8 എടുത്തുള്ളൂ കേട്ടോ. 8 ചിക്കൻ എടുത്തുള്ളൂ. 8 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 8 കിലോ. എനിക്ക് എന്തായാലും ഇനി വെജിറ്റബിൾസും കൂടെ എടുക്കാനുണ്ട്. ഓക്കെ യെസ് ഗൈസ്, ഞാൻ വെജിറ്റബിൾ സെക്ഷനിലെത്തി. എനിക്ക് വെജിറ്റബിൾസ് പർച്ചേസ് ചെയ്യാനുണ്ട്. എന്താണല്ലേ തടിക്കഷ്ണമൊക്കെ വിൽക്കാൻ വെച്ചേക്കണത്? എന്ത് സംഭവം എന്ന് പറഞ്ഞൂടാ. നമ്മുടെ വെജിറ്റബിൾസിൻ്റെ വെയിറ്റ് ഒക്കെ എടുത്ത ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് തന്നു. ഇതിനി കൊണ്ടുപോയിട്ട്, ഇത് നമ്മുടെ നാട്ടിലെ പ്രൊസീജിയർ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ വെജിറ്റബിൾസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് അവരിൽ നിന്ന് നമ്മൾ വെയിറ്റിൻ്റെ ആ സ്റ്റിക്കർ നമുക്ക് ഒട്ടിച്ച് തരുമല്ലോ. സോ അത് കഴിഞ്ഞ് നമ്മൾ ബില്ല് ചെയ്യാൻ കൊടുക്കണം. ഇത്രേ ഉള്ളൂ. ഞാൻ 8 ചിക്കനാണ് എടുത്തത്. ഇതിനി അവർ കാണുമ്പോൾ വല്ല ഓടാൻ പറ. ദേ വോഡ്ക്കയുടെയൊക്കെ, ഇത് വോഡ്ക്കയാണോ? നോട്ട് വോഡ്ക്ക. വോഡ്ക്കയാണെന്ന് തോന്നുന്നു. ഇത് വോഡ്ക്കയാണ്. സോറി. സോ ഇത് വോഡ്ക്കയുടെയൊക്കെ സെക്ഷനാണ്. വോഡ്ക്ക, ബ്രാൻഡി, ഇത് കണ്ടോ 3 years old ജോർജിയൻ ബ്രാൻഡി. പിന്നെ ബിയേഴ്സിൻ്റെ സെക്ഷനാണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാരൊക്കെ എന്തോരം ക്യൂ നിന്നിട്ടാണല്ലേ, ബിവറേജസിലൊക്കെ ക്യൂ നിന്നിട്ടാണ് ബിയേഴ്സും വോഡ്ക്കയും പിന്നെ ബ്രാൻഡീസൊക്കെ വാങ്ങുന്നത്. ഇവിടെ ജസ്റ്റ് വരാ, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം എടുക്കുക, വീട്ടിൽ പോവുക, അടിക്കുക, കുടിക്കുക, ഉറങ്ങുക. ഞാൻ കുടിക്കത്തില്ല കേട്ടോ, ബട്ട് കുടിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സോ ഭയങ്കര ഈസിയാണ് സംഭവം ഇവിടെ. ഓഫേഴ്സിനൊക്കെ ഇട്ടേക്കുന്നു. ഇതൊക്കെ ഏത് ബ്രാൻഡാണോ എന്തോ, ഞാൻ ആക്ച്വലി കേട്ടിട്ടുണ്ട്. റെഡ് ലേബൽ എനിക്കറിയാം. എൻ്റെ കുപ്പിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. സത്യം പറഞ്ഞാൽ ഗ്ലദാനി മോൾ എന്ന് പറയുന്നത് നമുക്ക് നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്തൊരു സ്ഥലമാണ്. ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ആൾക്കാർ ഭയങ്കര കുറവാണ്. തിരക്ക് ഭയങ്കര കുറവാണ്. സോ ജനറലി ഇങ്ങനെ ഗ്ലദാനി മോൾ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഗ്ലദാനി മോൾ ഇത്രയും തിരക്ക് കുറവായിട്ട് കാണുന്നത്. ഓഫേഴ്സും ഉണ്ട്, ആൾക്കാരും കുറവാണ്. എന്ത് രസമല്ലേ ഷോപ്പിംഗ് ചെയ്യാൻ. സ്നിക്കേഴ്സിൻ്റെ മിഠായൊക്കെ ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാൻ തോന്നും, പക്ഷെ നമ്മൾ ചെയ്യില്ല. നമ്മൾ കൗണ്ടറിലെത്തി. ഫസ്റ്റ് അവളുടെ സാധനങ്ങൾ ബില്ല് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ സാധനങ്ങൾ. നമ്മൾ ക്യാബ് ബുക്ക് ചെയ്ത്, സോ ക്യാബിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ നായ്ക്കളെയൊക്കെ നോക്കിയേ, എന്തൊരു രസമാന്ന് നോക്കിയേ. നല്ല പൂടയൊക്കെ ആയിട്ട് നല്ല ലുക്കായിട്ടുണ്ടല്ലേ. ഹായ് ഗാമർജബ, ഹായ്, ഹൗ ആർ യു? ഗുഡ് ബോയ്. യെസ്, നമ്മുടെ ടാക്സി വന്നു ഗൈസ്. ഞാൻ റൂമിലെത്തി. എനിക്ക് പർച്ചേസ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് 73.65 ലാരിയാണ് ആയത്. അതായത് നമ്മുടെ നാട്ടിലെ 2500 രൂപ. അപ്പോൾ ഈ ഒരു 8 കിലോ ചിക്കന് 2500 രൂപയും പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ലാഭമാണ് ആക്ച്വലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓഫേഴ്സ് ഉള്ളത് കൊണ്ട് നല്ല രീതിക്ക് ലാഭത്തിന് ഫുഡ് ഐറ്റംസ് കിട്ടി. സോ ഇന്നത്തെ വ്ളോഗ് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ ശരി, എല്ലാവരും ഈസ്റ്ററൊക്കെ അടിച്ചു പൊളിക്കുക. അതൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ ഈസ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജോർജിയയിലാണ് ആൾക്കാർ ഈസ്റ്റർ ആഘോഷിക്കുന്നതെന്ന് തോന്നുന്നത്. എനിവേസ്, എന്നാണെങ്കിലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ചില്ലായിട്ടിരിക്കുക. ഓക്കെ.